സൗദി അറേബ്യയിലെ റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട്ടെ അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട കേസ് റിയാദ് കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ കോടതി പറഞ്ഞത് കേസ് പഠിക്കാൻ കൂടുതൽ സമയം വേണം എന്നായിരുന്നു. അങ്ങനെയാണ് കേസിന്റെ ഡേറ്റ് മാറ്റിവെച്ചത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, ഫറൂഖിലെ റഹീമിന്റെ മോചനം നമ്മുടെയൊക്കെ ഒരു സ്വപ്നമാണ്. അത് ഇന്ന് സാക്ഷാത്കരിക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇന്നെങ്കിലും കോടതി കരുണ കാണിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷാ വിവരങ്ങൾ. SKN ഗുഡ് മോർണിംഗ്. ഒരു നാടൊന്നാകെ വലിയ പ്രതീക്ഷയിലാണ് അബ്ദുൾ റഹീമിന്റെ മോചനം. അത് എപ്പോൾ എന്നതിൽ ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പ്രാദേശിക സമയം റിയാദിൽ 8 മണിക്കാണ് ഈ കേസ് കോടതി പരിഗണിക്കുക. നേരത്തെ 5 തവണ കോടതി ഈ വധശിക്ഷ റദ്ദാക്കിയതിനു ശേഷം 5 തവണ കോടതി ഈ കേസ് പരിഗണിച്ചതാണ്. അപ്പോഴൊക്കെ ഓരോ കാരണങ്ങൾ ഉണ്ടായതിനാൽ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏറ്റവും ഒടുവിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ അത് ഡിസംബർ അവസാനമാണ്. അപ്പോൾ കോടതി നിരീക്ഷിച്ചത് ഇതിൽ കൂടുതൽ ഒരു സൂക്ഷ്മമായ ഒരു പരിശോധന ആവശ്യമുണ്ട്, അതിനാൽ കേസ് മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ പ്രോസിക്യൂഷന്റെയും അബ്ദുൾ റഹീമിന്റെയും വാദം പൂർണ്ണമായും കോടതി കേട്ടിട്ടുണ്ട്. അതിൽ ഇനി ഒരു നടപടിയിലേക്ക്, ഇനി എപ്പോൾ ഇത്തരത്തിൽ ഈ റഹീമിന്റെ മോചനം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടത്. അത് ഇന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷ അതെല്ലാവർക്കുമുണ്ട്. അങ്ങനെ ഉണ്ടായാൽ ഉടൻ തന്നെ റഹീമിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാം, നാട്ടിലേക്ക് എത്താം, ഉമ്മയെയും ഈ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ കാണുകയും ചെയ്യാം. 2006 SKN ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഇത്തരത്തിൽ വധശിക്ഷ വിധിക്കപ്പെടുന്നു. തുടർന്ന് ദയാധനം നൽകി റഹീമിനെ പുറത്തെത്തിക്കാനുള്ള ശ്രമം അതെല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അങ്ങനെ ഒടുവിൽ ഈ വധശിക്ഷ റദ്ദാക്കപ്പെടുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടും ഈ മോചനവുമായി ബന്ധപ്പെട്ട ഉത്തരവിലേക്ക് കോടതി കടക്കാത്തതാണ് പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ഏതായാലും ഇന്ന് കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതീക്ഷ നാട്ടുകാർക്കുണ്ട്, ഒപ്പം റഹീമിന്റെ കുടുംബത്തിനുണ്ട്. SKN.